ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ 17-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നുചെല്ലാം. ഇതുവരെ 400ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് 38 ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ്. അതായത് ഇന്ന് ഫൈനലായിട്ട് സിനിമയുടെ വരുന്നത് ഏകദേശം 55 തൊട്ട് 70 കോടി ആ റേഞ്ചിലായിരിക്കുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 35 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ടർബോ എന്ന ചിത്രം. GCCയിൽ ഗംഭീരമായിട്ടുള്ള ഹോൾഡോടുകൂടി തന്നെയാണ് സിനിമ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്തിരുന്നു. മമ്മൂട്ടി കമ്പനിയും വേറെ ഒന്നുമല്ല, പെരുന്നാൾ കഴിയുന്നിടം വരെ ഈ സിനിമ ഗൾഫിൽ ഒട്ടുമിക്ക സെൻറ്ററുകളിൽ നിന്നല്ല 90% സെൻറ്ററുകളിലും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം. അത് കഴിഞ്ഞും GCCയിൽ ഈ സിനിമ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ അതിനോട് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ. കേരളത്തിൽ സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കനത്ത ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നിട്ട് പോലും ഒരു സിനിമ നല്ലതാണെങ്കിൽ വിജയിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ ഒരു സിനിമ. ആദ്യം പ്രൊഡക്ഷൻ കോസ്റ്റിൽ പിടിച്ചു തുടങ്ങി പലരും, പിന്നെ കളക്ഷനിൽ പിടിച്ചു തുടങ്ങി, പിന്നെ ഷോകളിൽ പിടിച്ചു തുടങ്ങി, അതുപോലെ തന്നെ രാജ്യങ്ങളിൽ ഉള്ള കളക്ഷനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അങ്ങനെ പലതും പറഞ്ഞിട്ടും ഒരു കാര്യം അവർക്ക് മനസ്സിലാവുന്നു, ഇവിടെ സിനിമ വീണ്ടും, അതായത് മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ കൂടി തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റബിൾ ആകുന്ന ഒരു കാര്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയെന്നുള്ളത്. പലരും പല തള്ളിലൂടെയും പറയുന്നുണ്ട് പ്രൊഡ്യൂസർ പറഞ്ഞു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു സിനിമ വിജയിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിലെ പല അണിയറ പ്രവർത്തകരും സിനിമയുടെ കളക്ഷൻ കൂട്ടാറുണ്ട്. അതിനൊരു ഉദാഹരണം തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ. അതിൻ്റെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറെക്കുറെ ഉറപ്പുള്ള ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 12 തൊട്ട് 15 കോടിക്ക് ഇടയിൽ, അല്ലെങ്കിൽ 10-നും 15-നും ഇടയിൽ എന്നുള്ള ഒരു എമൗണ്ട് മാത്രമാണ്. അതിനുള്ള സിനിമയെ അതുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ പടം വിജയിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അവരുടെ ബിസിനസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. കാരണം OTTയിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിന് വേണ്ടി 35 കോടി എന്നൊക്കെ പറയുകയുണ്ടായി, അല്ലെങ്കിൽ ആ റേഞ്ചിൽ ഉണ്ട് എന്നുള്ള കേൾക്കുകയും ഉണ്ടായി. അതിൻ്റെ കാര്യം ഇത്രയാണ്, നമ്മൾ 10 കോടിയിൽ തീർത്ത് അല്ലെങ്കിൽ 10 കോടി രൂപയുള്ളൊരു വസ്തു വിൽക്കാൻ പോകുമ്പോൾ അതിന് മാക്സിമം കിട്ടുന്ന 15 വരെ അല്ലെങ്കിൽ 20 വരെ കിട്ടാം. പക്ഷേ 35 ആണ് എന്ന് പറയുകയും വമ്പൻ വിജയമായി നിൽക്കുന്ന ഒരു കാര്യത്തിന് പറയുമ്പോൾ അത് 35 മുതൽ അതിന് മുകളിലേക്ക് ഒരു 50 വരെ കിട്ടാനുള്ള ചാൻസുകളുണ്ട്, അല്ലെങ്കിൽ 30 തൊട്ട് 35 വരെയെങ്കിലും കിട്ടുമെന്നുള്ളതുണ്ട്. അതാണ് ബിസിനസ്സിലേക്കുള്ള പരിപാടി. ഇവിടെ ടർബോയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് 35-40 കോടിക്ക് ഉള്ളിലാണ് എന്നുള്ളതാണ്. അതിനുള്ള സിനിമയേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെ തള്ളിമറിക്കുന്ന ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ 20 കോടിക്ക് മുകളിലില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശ് വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടികൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ടീം പറയട്ടെ, ഇതൊന്നും പ്രൊഡക്ഷൻ ടീം പറയുന്ന കാര്യങ്ങളല്ല, ഈ പറഞ്ഞ പോലെ കുറേ ചാനലുകൾ അല്ലെങ്കിൽ എതിരാളികൾ പറയുന്ന കാര്യങ്ങളാണ്. ആരാധകർ കുറച്ച് പറയുമ്പോൾ അല്ലാത്തവർ കൂട്ടി പറയുന്നു എന്നുള്ള സാധാരണ തന്ത്രം മാത്രം. എന്താണേലും സിനിമയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് കേരളത്തിൽ നിന്ന് മാത്രമേ 35 കോടിയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിനിമ 42 കോടിയും നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സിനിമ 77 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയും അതായത് 65-70ഓളം രാജ്യങ്ങളിലാണ് ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കളക്ഷൻ വരുമ്പോൾ ഒരു പക്ഷേ 80 കോടിയിലേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ഉറപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. മമ്മൂട്ടി കമ്പനി പുറത്തുവിടുന്ന കളക്ഷൻ മാത്രമാണ് നമ്മൾ വിശ്വസനീയമായി എടുക്കുന്നത്. ബാക്കിയെല്ലാം ട്രാക്കേഴ്സിൽ നിന്ന് തന്നെയുള്ളതാണ്. ഇവിടെ സിനിമ കഴിഞ്ഞിട്ടും സിനിമയുടെ കളക്ഷൻ കുറയ്ക്കുന്ന ആളുകളുമുണ്ട്. അതേപോലെ തന്നെ വർഷാവർഷം ചില സിനിമകൾക്ക് കളക്ഷൻ കൂടുന്നതുമുണ്ട്. ഏത് സിനിമയാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള കണക്കുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഫേക്ക് ന്യൂസുകൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഇതിനോട് അടുത്ത് ഒക്കെയുള്ള കണക്കുകൾ എന്ന് മാത്രം വിശ്വസിക്കാം. ആകെ വിശ്വസനീയം ഇതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നതാണ്. വിരളമായി പ്രൊഡ്യൂസർമാർ പറയുന്നു. അവർ എല്ലാം തന്നെ പ്രൊമോഷണൽ ഫിഗേഴ്സിലൂടെ പറയുകയാണ് ഒട്ടുമിക്ക പ്രൊഡ്യൂസേഴ്സും ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനി ഒറിജിനൽ ആയിട്ടുള്ള കളക്ഷൻ തന്നെ പുറത്ത് വിടുന്നു. അതുകൊണ്ട് തന്നെ അത് വിശ്വസനീയമാകുന്നു. അതുപോലും കുറച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഇന്നും സിനിമ ശനിയാഴ്ച മികച്ച രീതിയിൽ തന്നെ കളക്ഷൻ മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.